14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജനസംഖ്യാ കണക്കെടുപ്പിനൊരുങ്ങുകയാണ് ഇന്ത്യ. 2011-ലാണ് രാജ്യത്ത് അവസാനത്തെ സെൻസസ് നടന്നത്. 2021-ൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ വൈകി. ഈ വർഷം 2025 രാജ്യത്തെ 16ാമത് കനേഷുമാരി നടത്തുമെന്നാണ് പ്രതീക്ഷ. സെൻസസിന്റെയും ജനസംഖ്യാശാസ്ത്രത്തെയും അടുത്തറിയാം. ജനസംഖ്യാശാസ്ത്രം ഗ്രീക്ക് പദങ്ങളായ ഡെമോസ് അല്ലെങ്കിൽ ജനങ്ങൾ, ഗ്രാഫെയിൻ അല്ലെങ്കിൽ വിശദീകരിക്കുക എന്നിവ കൂടിച്ചേർന്നാണ് ഡെമോഗ്രഫി എന്ന പദമുണ്ടായത്. ജനങ്ങളെ എന്നാണ് പദത്തിന്റെ അർത്ഥം. ജനസംഖ്യയുടെ മാറ്റങ്ങൾ, ജനനം, മരണം, കുടിയേറ്റ മാതൃക, ഘടന, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജനസംഖ്യാ ഘടന എന്നിങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയും പ്രക്രിയകളെയും കുറിച്ചുള്ള പഠനമാണിത്. ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യാ ശാസ്ത്രം. ലോകത്തിലെ ഏറ്റവും വലിയ കനേഷുമാരി ഇന്ത്യയിലേതാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ കണക്കെടുപ്പിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരുതരം ജനസംഖ്യാ കണക്കെടുപ്പ് കുറിച്ച് ഋഗ്വേദത്തിലും നികുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന സെൻസസിനെ പറ്റി കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പരാമർശിക്കുന്നുണ്ട്. മുഗൾ ചക്രവർത്തിമാരായിരുന്ന അക്ബറിന്റെ കാലത്ത് ഐൻ-ഇ-അക്ബാരി എന്ന റിപ്പോർട്ടിൽ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർ സെൻസസ് നടത്തിയിരുന്നു. 1827-ൽ ജെയിംസ് പ്രിൻസെപ്പാണ് ഈ ഉദ്യമത്തിന് തുടക്കമിട്ടത്. 1836-ൽ സ്വാതി തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിലും ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയിരുന്നു. 1881 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സെൻസസ് കമ്മീഷണറായിരുന്ന W.C. പ്ലോഡന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യത്തെ സമന്വിത സെൻസസ് നടന്നു. തുടർന്ന് 1901, 1911, 1921, 1931, 1941 വർഷങ്ങളിലും സെൻസസ് നടന്നു. 1943-ൽ ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഫോർ കമ്മിറ്റി ജനസംഖ്യാ മേഖലയെ സമഗ്രമായി അവലോകനം ചെയ്യുകയും കേന്ദ്രത്തിൽ ഒരു രജിസ്ട്രാർ ജനറൽ ഓഫ് വൈറ്റൽ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു. തുടർന്ന് 1948-ൽ സെൻസസ് നിയമം നിലവിൽ വന്നു. ഇതനുസരിച്ചുള്ള ആദ്യ സെൻസസ് 1951-ൽ നടന്നു. സെൻസസ് ജനസംഖ്യാശാസ്ത്ര പഠനത്തിന് അത്യാവശ്യമാണ് കനേഷുമാരി അഥവാ സെൻസസ്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്തശേഖരണത്തിനൂന്നിയുള്ള സർവേ, സെൻസസ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ജനസംഖ്യാപരമായ എല്ലാ പഠനങ്ങളും നടക്കുന്നത്. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെയാണ് ആ രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്നതാണ് ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ കനേഷുമാരി, സെൻസസ് എന്നറിയപ്പെടുന്നത്. പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് കനേഷുമാരി എന്ന പദം വന്നത്. ഖനെ എന്നാൽ വീട് എന്നും ഷൊമാരെ എന്നാൽ എണ്ണം എന്നും സൂചിപ്പിക്കുന്നു. വീട്ടുനമ്പർ എന്നാണ് കനേഷുമാരി എന്ന പദത്തിന്റെ അർത്ഥം. ഐക്യരാഷ്ട്രസഭയുടെ ഉപദേശപ്രകാരം 5 അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തണം. 2011-ലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121,08,54,977 ആണ്. ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ. സാക്ഷരതാ നിരക്ക് 74.04. സ്ത്രീ പുരുഷ അനുപാതം 1000-943. 2025-ലെ സെൻസസ് 2021-ലെ 84-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റം 2026-ന് ശേഷം നടത്തുന്ന കനേഷുമാരി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാകണമെന്ന് മാർഗനിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന സെൻസസിന് വലിയ പ്രാധാന്യമുണ്ട്. 2025-ൽ നടക്കുന്ന സെൻസസിന്റെ വിവരങ്ങൾ 2026-ൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് കരുതുന്നത്. കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ 18 മാസത്തോളം വേണ്ടിവരുമെന്നും കരുതുന്നു. ഇത്തവണ സെൻസസിനുള്ള ചോദ്യാവലിയിൽ ആകെ എത്ര പേർ, സ്ത്രീകളെത്ര, ടെലിഫോണുണ്ടോ, വാഹനങ്ങളുണ്ടോ, കുടിവെള്ളം സ്രോതസ് ഏത് തുടങ്ങിയ 31ഓളം ചോദ്യങ്ങളുണ്ടാകുക.
നിരവധി സംസ്ഥാനങ്ങളിലെ സെൻസസ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനം, എന്യൂമറേറ്റർമാരുടെ പരിശീലനം തുടങ്ങി കണക്കെടുപ്പിന് മുന്നോടിയായി ഒട്ടേറെ കാര്യങ്ങൾ നടത്താനുണ്ട്. നിലവിൽ മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് സെൻസസിന്റെ ചുമതലയുള്ള രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറും. സെൻസസിന്റെ ലക്ഷ്യങ്ങൾ: ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാനും പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാനും രാജ്യത്തെ മാനവവിഭവശേഷിയുടെ ലഭ്യത അറിയാൻ ജനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്ന് അറിയിക്കുക, ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുക, സാമ്പത്തിക സാമൂഹ്യ വികസന നയങ്ങൾ രൂപവൽക്കരിക്കുക. 1958 ഇന്ത്യയിൽ ജനസംഖ്യാ നയം പ്രഖ്യാപിച്ചത്. ദേശീയ കുടുംബാസൂത്രണത്തിലൂന്നിയ ജനസംഖ്യാ നയമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചയും അതിന്റെ രീതിയും സാമൂഹ്യപരമായി യോജിച്ചതാക്കി മാറ്റിയെടുക്കാനാണ് ഇത്തരത്തിലൊരു നയം. ജനന നിയന്ത്രണ രീതിയിലൂടെയും പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ബോധവൽക്കരണം വഴിയും ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ച കുറയ്ക്കുകയെന്നായിരുന്നു പ്രധാന ലക്ഷ്യം. ലോകത്തിലെ പല ഭാഗങ്ങളിലായി പണ്ട് മുതൽ തന്നെ സാമൂഹ്യ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ചിട്ടുള്ളതിലും അതിന് ആധുനിക രൂപം കൈവന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 1790 അമേരിക്കയിലാണ് ആദ്യത്തെ ആധുനിക കനീഷുമാരി നടത്തിയതായി കണക്കാക്കപ്പെടുന്നത്. 1800 യൂറോപ്പിലും ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നു. കനീഷുമാരിയുടെ ഏകോപനം: 1948 സെൻസസ് ആക്ട് പ്രകാരം ഓരോ 10 വർഷങ്ങളിലും ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നുണ്ട്. ഇതിനൊപ്പം 1990 സെൻസസ് റൂളുമുണ്ട്. 1990 സെൻസസ് റൂൾ പ്രകാരം സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ്. പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറുമായ ഉദ്യോഗസ്ഥനാണ്. അവസാനമായി 2011 മാർച്ച് 1-ാം തീയതി അടിസ്ഥാനമാക്കിയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ഇത് പ്രകാരം 121.02 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ 58.65 കോടി സ്ത്രീകളും 62.37 കോടി പുരുഷന്മാരുമാണ്. 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ എന്നതാണ് കണക്ക്. സാക്ഷരതാ നിരക്ക് 74.04%. സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഗ്രാമത്തിലോ നഗരത്തിലോ ജീവിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ. 2010 ആദ്യമായി ഇത് തയ്യാറാക്കിയത്. പിന്നീട് പ്രത്യേക ചട്ടപ്രകാരം 2015 പുതുക്കി. 1955 പൗരത്വ നിയമമനുസരിച്ചാണ് രജിസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരുടെ വിവരശേഖരണമാണ് ഇതിലൂടെ സാധ്യമാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ 3,34,60,61. ജനസാന്ദ്രത 860 പെർ ചതുരശ്ര കിലോമീറ്റർ. സാക്ഷരതാ നിരക്ക് 94%. സ്ത്രീ പുരുഷാനുപാതം 1000:1084. ജനസംഖ്യ വളർച്ച: ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ നിശ്ചിത കാലയളവിലുണ്ടാകുന്ന വർധനയാണ് ജനസംഖ്യാ വളർച്ച. 2001 നിന്ന് 2011 ജനസംഖ്യാ വളർച്ച 17.64%. ഉത്തർപ്രദേശിലാണ് ഏറ്റവും ഉയർന്ന ജനസംഖ്യാ നിരക്ക് 28.3%. രണ്ടാമത്തേത് ബീഹാറിലാണ് 28.1%. കേരളത്തിൽ ഇത് 14.8%. 2011 കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമും. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറുമാണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ബീഹാറിലും കുറവ് ജനസാന്ദ്രത അരുണാചൽ പ്രദേശിലുമാണ്. 2023 യുഎന്നിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് വിഭാഗം പുറത്തുവിട്ട ഇക്കണോമിക് അനാലിസിസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയായി കഴിഞ്ഞു. ഇത് പ്രകാരമുള്ള ഇന്ത്യൻ ജനസംഖ്യ 142,57,75,850 ആണ്. ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ചൈനയിൽ ജനസംഖ്യാ നിരക്ക് കുറഞ്ഞു വരുന്നതാണ് കണക്കുകൾ. ലോക ജനസംഖ്യാ ദിനം: ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി UNDP അനുസരിച്ച് 1899 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിച്ചു വരുന്നു.
1987 ജൂലൈ 11-ന് ലോക ജനസംഖ്യ 500 കോടിയായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ കനേഷുമാരി ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 9 ആണ്.